കഥ പറയാൻ പുതിയൊരു റൈറ്റർ വന്നിട്ടുണ്ട്. കഥ കുറച്ചായി ഞാൻ കേൾക്കുന്നു. ആള് ശരിയല്ലെങ്കിലേ ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഞാൻ ഇവിടെ ഇരുത്തില്ല. അയ്യോ, ഇതങ്ങനെയല്ല മാഡം. ഉഗ്രൻ റൈറ്ററാ. ഞാൻ കഥയുടെ ഒരു ത്രെഡ് കേട്ട് കിടുങ്ങിപ്പോയി. നിനക്ക് പിന്നെ പ്രത്യേകിച്ച് വിവരമൊന്നുമില്ലല്ലോ. എടാ, നിന്നെ കിടക്കാൻ അത് മതി. അവനോട് എന്നെ വന്ന് കിടക്കാൻ പറ. ഞാൻ വിളിച്ചിട്ട് വരാം. പോ. മുത്തശ്ശി, ആദ്യം കഥ മുഴുവനും കേൾക്കണം, എന്നിട്ട് മതി അയാളെ കുറ്റം പറയുന്നൊക്കെ. എനിക്കാണെങ്കി ഈ വേഷമൊക്കെ ഇട്ടിട്ട് ഭയങ്കര ചോദിച്ചില്ല. ഒരു ചൊറിച്ചിലിന്റെ ആവശ്യമില്ല. മുത്തശ്ശി ഇപ്പൊ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? ഓടി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താ ഇയാളുടെ പേര്? കാർത്തിക്. ഇതുവരെ എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? 4 ചെയ്തു. 3 പുറത്തിറങ്ങി. 1 പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസർ. അയ്യോ, പ്രൊഡ്യൂസർ ആയിരുന്നോ? സത്യം പറഞ്ഞ ഞാൻ കരുതിയത് അഭിനയിക്കുന്ന ആളെന്നാ. ഞാനേ തമിഴ്, കന്നഡ, തെലുങ്ക് ഇൻഡസ്ട്രിയിലെ പല പ്രൊഡ്യൂസർമാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഐശ്വര്യവും ശ്രീത്വവും ഉള്ളൊരു പ്രൊഡ്യൂസറെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. എന്തൊരു തറവാടിത്തോ മൂത്ത്. ഇത് പ്രിയങ്ക, ആർട്ടിസ്റ്റാണ്. അത് പറ. മുറിക്കകത്ത് കേറിയപ്പോ തന്നെ ഒരു കിടില ആർട്ടിസ്റ്റിന്റെ മുന്നിലേക്ക് ചെല്ലുന്നതിന്റെ വൈബായി എനിക്ക് കിട്ടിയത്. ഞാൻ ഈ പറയാൻ പോകുന്ന കഥയുണ്ടല്ലോ, ഹീറോയിന്റെ ഒരു ചലഞ്ചിങ് റോളാണ്. ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോ ആരെ മനസ്സിൽ കണ്ടോ അത് അങ്ങനെ തന്നെ വാർത്തു വെച്ചിരിക്കുകയാണ്. ഓ, എനിക്ക് അങ്ങ് അതിശയമായിപ്പോയി. താനിരിക്കും. മാഡത്തിന്റെ പേര്? സുകുമാരി അമ്മ. ആ മുഖത്ത് നോക്കിയാൽ അങ്ങനൊരു പേരല്ലാതെ വേറെന്ത് വിളിക്കാൻ പറ്റും? സത്യം പറയാലോ മാഡം, ഞാനേ ആക്ച്വലി 1-2 പ്രോജക്റ്റിന്റെ തിരക്കിലാണ്. ശരത്തിന്റെ നിർബന്ധം കാരണം വെറുതെ ഇവിടം വരെ ഒന്ന് വന്നു പോവാന്ന് കരുതിയതാ. വരാൻ തോന്നിയത് എന്റെ ഭാഗ്യം. മാഡത്തെ പോലെ ഇത്രയും പ്രൗഢിയുള്ള ഒരാളെ പരിചയപ്പെടാനും സംസാരിക്കാനും കഴിഞ്ഞല്ലോ. താൻ കഥ പറ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആക്ച്വലി ഞാനൊരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. അതിലാണ് കുട്ടിയെ പോലെ ഒരാളെ വേണമെന്ന് പറഞ്ഞത്. ആ സ്ക്രിപ്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ട് തരാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ കമ്മിറ്റ് ചെയ്ത 2 പ്രോജക്റ്റുകൾ തീരുന്നവരെ അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കേട്ടു കേട്ടു, നല്ല ഉഗ്രൻ കഥയാ. എങ്കിൽ പിന്നെ നമുക്ക് അത് തന്നെ നോക്കാം. അല്ല, കഥ ഞാനൊന്ന് വേണമെങ്കിൽ പറയാം. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. തന്റെ സംസാരം കേട്ടാ തന്നെ അറിയാം കൊള്ളാവുന്ന ഒരുത്തനാണെന്ന്. എന്താ മോളെ, നമുക്കിത് പോരെ? നിങ്ങളൊരു കാര്യം ചെയ്യും, എഴുതിയ സ്ക്രിപ്റ്റ് ശരത്തിന്റെ കയ്യിൽ കൊടുക്ക. ഞങ്ങളൊന്ന് നോക്കിയിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാം. മതി മാഡം, അങ്ങനെ തന്നെ മതി. എന്തായാലും എന്നെങ്കിലും ഒരു ദിവസം സുകുമാരി മാഡത്തിന്റെ കൂടെ പ്രോജക്റ്റ് എനിക്ക് ചെയ്യണം. നമ്മൾ കുറെ സിനിമ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അന്തസ്സുള്ളവരുടെ കൂടെ ഒരു സിനിമ ചെയ്താ പോരെ? എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ആയിക്കോട്ടെ മാഡം, വിരോധമില്ലെങ്കിൽ മാഡത്തിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. അല്ല, അതെന്തിനാ? അല്ല, വൈകുന്നേരങ്ങളിൽ നമ്മൾ റൈറ്റർമാരെല്ലാരും ഒന്നിച്ചൊന്ന് കൂടും. അല്ല, എഴുതാൻ വേണ്ടി മാത്രം. അപ്പോ എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കണം. മാഡം ഒരു പ്രൊഡ്യൂസർ ആണെന്ന് അവര് കണ്ട് ഞെട്ടട്ടെ. മാഡം ഒരു മിനിറ്റേ. മാഡം ജസ്റ്റ് ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ, ചിരിച്ചേ. എന്തൊരു ഐശ്വര്യം ഇതിൽ കാണാൻ. മാഡം നോക്കിയേ. താങ്ക് യു മാഡം. അപ്പൊ പ്രിയങ്ക മാഡം, ചേർത്തേ വാ. ശരി മാഡം, ഓക്കെ.
പയ്യൻ. എഴുത്തുകാരനെന്നൊക്കെ പറഞ്ഞ ഇതുപോലെ ആയിരിക്കണം. എന്താ ഒരു വിനയം, എന്താ സംസാരം. അഭിമാനികളായ ആളുകളെ കണ്ട നമുക്ക് തിരിച്ചറിയാം. ആള് കുഴപ്പമില്ലെന്നൊക്കെ എനിക്കും തോന്നി. എന്തായാലും സ്ക്രിപ്റ്റ് ഒന്ന് കൊണ്ടുവരട്ടെ. ചെറിയച്ച, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സാറാ വെൽക്കം സാറാ.